എന്നാൽ ഇത് ഇത്തിരി കട്ടിയാണേ. ചേട്ടാ, ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാ, അറിയാമല്ലോ. ദേ ഇപ്പൊ തന്നെ എങ്ങാണ്ട് നിന്ന് വന്നൊരു നിരപരാധി, ഒരു നിപുണൻ, പുതുക്കോട് ശാന്തയുടെ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു. പ്രേതത്തിന്റെ കാര്യം പറയുന്നത് ദാസമാഷ് കേൾക്കണ്ട. ദാസന്മാർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അറിയാം. പക്ഷേങ്കിൽ ദുനിയാവിൽ ജിന്നും ചെയ്താനില്ല എന്ന് പറയുന്നത് വെറും നോസ. ദാസന്മാഷ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണും. അയ്യോ, എന്തോരം പുസ്തകങ്ങളാ ദാസന്മാഷ് വായിച്ചു കൂട്ടണത്. ജാസ്തി വായിച്ചാ പിരാന്ത് കൂടും. പോണോടുന്നു. നിന്നോടല്ല, അയാളോടാ. എടോ, തനിക്ക് ദാസന്മാഷെ പറ്റി എന്തറിയാം? അങ്ങേരെ ഓരോ ലോകകാര്യങ്ങൾ പറയുന്ന കേട്ടാ നമ്മൾ അറിയാതെ മൂക്കത്ത് വിരൽ വെച്ചു. വെച്ചു. പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. മനസ്സിലായി. കുഞ്ഞിരാമേട്ടനോ? അയ്യപ്പ, നിനക്കെന്താ ഇരവിപ്പള്ളിയോട് ഇത്ര വൈരാഗ്യം? തുടങ്ങി മതി വിസ്തരിച്ചത്. പരപര വെളുക്കുമ്പോ കയറി അങ്ങ് കുറ്റി അടിച്ചോളൂ. ചായ കുടിച്ചെങ്കിൽ വീട്ടിൽ ചെന്ന് കിടന്നൂടെ? വെറുതെ മനുഷ്യരെ കൊണ്ട് പരദൂഷണം പറയിപ്പിക്കാതെ. ഭാഷ കുളി കഴിഞ്ഞോ മോളെ? ഇല്ല, പല്ല് തേക്കുന്നേ ഉള്ളൂ. പിന്നെ വെളിച്ചെണ്ണ കുപ്പി കണ്ടില്ല എന്ന്. അടുക്കളയിൽ ഇച്ചിരി എടുത്ത് കൊടുക്കായിരുന്നു. കൊടുത്തല്ലോ. മിടുക്കി. ഇഡ്ലി എടുത്ത് വെക്കേ. എന്ത് ചെയ്യും? പാല്. പാലേ? പാലേ. ഒരു5 ഇഡലിയും കൂടി എടുത്ത് വയ്യടി. 3 ഇഡലി കൂടുതൽ ദാസമാസ്റ്റർ കഴിക്കില്ല. മിടുക്കി. കള്ളി. വെള്ളം ചേർക്കാത്ത പാലാ. കർക്കിടകം രാശി പരദേവതകൾ അനുകൂലമല്ല. കാലം ചെയ്ത ആത്മാക്കളുടെ പ്രശ്നങ്ങളെ എന്നാൽ ചില പ്രതിവിധികളില്ലേ എന്ന് ചോദിച്ചാ അതുണ്ട്. എന്താണാവോ പ്രതിവിധി? അപ്പോ തറവാട് പൊളിച്ചു നീക്കണമെന്ന് നിർബന്ധം തന്നെയാണോ? വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞില്ലേ? എന്നാ പിന്നെ വിൽപ്പനയ്ക്ക് ശ്രമിക്കാമെന്ന് വെച്ചാൽ അലവലാദികളായ നാട്ടുകാർ സമ്മതിക്കുന്നുമില്ല. പൊളിച്ച് കട്ടിലയും ജനലുകളും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയല്ലാതെ വേറെന്താണ് ഒരു പോംവഴി? എന്തോ പ്രതിവിധി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ചില പ്രതിവിധികളൊക്കെ ഉണ്ട്. അതായത് 7 ദിവസത്തെ കർമ്മം കഴിയേണ്ടി വരും. പിന്നെ സ്വർണം കൊണ്ട് ആൾറൂം ഉണ്ടാക്കി ആത്മാക്കളെ ആവാഹിച്ച് ഒഴുകും ജലത്തിൽ സന്നിവേശിപ്പിക്കണം. അതായത് സന്നിവേശിപ്പിക്കണം. ആൾ രൂപങ്ങൾ സ്വർണത്തിൽ തന്നെ വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഗണകം പറഞ്ഞത്. ഫലപ്രാപ്തിയാണല്ലോ മുഖ്യം. അതെ അതെ. ഒരു കാര്യം ചെയ്യാം. പത്രത്തിൽ പരസ്യം ചെയ്ത് ലേലം ചെയ്യാം. ആൾ രൂപത്തിനും കർമ്മങ്ങൾക്കും ചെലവാകുന്ന തുക ലേലത്തിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങാം. എന്താ? അതിപ്പോ എന്നാ ഗണപതി ഹോമത്തിനും മറ്റും ഒരുക്കേണ്ടുന്ന സാധനങ്ങളുടെ ഒരു ചാർജ് ഞാൻ തയ്യാറാക്കാം. ചാർത്തലൊക്കെ ലേലം കഴിഞ്ഞിട്ടാകാം. ഈ കാലത്തിനൊത്ത് ലേലം ചെയ്യണം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അങ്ങനെ ഒരു ചൊല്ലില്ല. ഇല്ലേ? പക്ഷെ എവിടെയോ കേട്ടതായി എന്റെ ഒരു ഓർമ്മ. കേട്ടത് ഞാൻ പറയാം. എന്താ തന്നെ പറ്റിയത് വളരെ ശരിയാണ് താനും. എന്താ കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? അതായത് താൻ ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ടും തന്റെ മനസ്സ് ഇതുവരെ നന്നായിട്ടില്ല എന്ന്. ഇയാൾ വഴിക്ക് കൊണ്ടുവന്നിട്ടില്ല. അല്പന. ഹലോ, ഗിയറൊന്ന് മാറ്റി സ്പീഡൊന്ന് കുറയ്ക്കണം. ഹലോ സേതുഭായി, നമ്മളോട് തന്നെ. അല്ല സിസ്റ്ററെ,
കോളേജിൽ നിങ്ങളുടെ സ്ഥലം വരെ ഒരു കമ്പനി വരാമെന്ന് ഞങ്ങളോട് അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞൂടെ? ഇനി അഥവാ ഞങ്ങളുടെ കമ്പനി ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞത് ഇതൊരുമാതിരി മനുഷ്യനെ മടിയാക്കുന്ന ഏർപ്പാടാ കേട്ടോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അയ്യോ മിണ്ടി, നമ്മളോട് സേതുമായി സംസാരിക്കില്ല, നീയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സംസാരിക്കും, പക്ഷെ ചില നിയന്ത്രണങ്ങളൊക്കെ കാണുമെന്ന ഒന്നും വിട്ടു പറയത്തില്ല. അല്ല സേതു, ഞങ്ങൾ ഇങ്ങനെ എത്ര നാളായിട്ട് ബസ്സിന് കാശും മുടക്കി നേരവും മെനക്കെടുത്തി കൂടെ വരാൻ തുടങ്ങിയിട്ട് ഒന്ന് വീട്ടിലോട്ട് ക്ഷണിക്കാവട്ടെ, ഒരു കപ്പ് ചായ വരെ ആവട്ടെ. കുടിക്കാൻ ചായ അല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം. അപ്പറഞ്ഞതിന്റെ ഹിക്കുമത്ത് ഞമ്മക്ക് പൊടി കിട്ടിയില്ല. പൊടി കിട്ടും, നേരം കളയണ്ട. വൈകിയാൽ കള്ളുഷാപ്പിൽ തിരക്ക് കൂടും. കള്ളുഷാപ്പോ ഞങ്ങളായിട്ടുള്ള ബന്ധം അല്ലേ? ഞങ്ങളുടെ മാന്യത ചോദ്യം ചെയ്തു. ഞങ്ങളാരും അങ്ങനെയുള്ള ഫാമിലീസിൽപ്പെട്ട മെമ്പേഴ്സ് അല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ നീക്കങ്ങൾ കൊച്ചു ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളോട് താല്പര്യമുണ്ടെന്ന് സൈക്കോളജി. നല്ല കായ്ഫലം ഉണ്ടല്ലേ? ഓല പഴുത്തിരിക്കുന്നു, ചിലപ്പോ തലേ വീഴും. ലേലം തുടങ്ങട്ടെ? തുടങ്ങിക്കോ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്ക, ലേലം തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിക്കോ. തന്റെ സംഭവം വേണമല്ലോ ലേലം തുടങ്ങാൻ. വെറും 2 ലക്ഷം. അതെ, ചായ ഞങ്ങൾ കുടിച്ചാൽ ഇറങ്ങും കേട്ടോ. സ്വന്തമായിട്ടൊരു ചായക്കടുണ്ടല്ലോ, അടിച്ചു കുടിച്ചൂടെ? ഇവിടെ ഒന്ന് വാങ്ങി നോക്കണം. പോക്കിൽ തരം പറഞ്ഞാലോ പ്രശ്നം. വെറും 2 ലക്ഷം രൂപ. 2,25,000. 2,25,000 രൂപ. വെറും 2,25,000 രൂപ. 3 ലക്ഷം രൂപ. വെറും 3 ലക്ഷം ഒരു തരം. വെറും 3 ലക്ഷം രൂപ 2 തരം. ഇതാ ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 3 ലക്ഷം. വെറും 3 ലക്ഷം രൂപ 3 തരം ലേലം ഉറപ്പിച്ചു. 3 ലക്ഷത്തി 1 രൂപ. 3 ലക്ഷത്തി 1. വീട്ടിൽ പോയില്ലേ ഭാര്യയുടെ അടുത്ത് വിളിച്ചാൽ മതി. കൂടുതൽ വിളിച്ചവനെ വസ്തു വിട്ടുതരണം. വിട്ടുതരാൻ എനിക്ക് മനസ്സില്ല. മനസ്സിൽ ഈ വസ്തു തന്റെ കയ്യിലിരിക്കും. ഇവിടെ ലേലം നടക്കില്ല. എന്റെ വീട്ടിൽ നിനക്കെന്താ കാര്യം? ഇവിടെ കുടിക്കുന്ന മറ്റുള്ളവർക്ക് എന്താ കാര്യം? അവര് ലേലം കൂടാൻ വന്ന, ഞാനും ലേലം കൂടാൻ തന്നെ വന്നത്. പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻപിള്ളയുടെ വീടിന്റെ ഒരു കഴുക്കോല് വിലക്കെടുക്കാനുള്ള കഴിവുണ്ടോ നിനക്ക്? മര്യാദയ്ക്ക് വെളിയിൽ ഇറങ്ങുന്നോ കഴുത്തിന് പിടിച്ച് പുറത്തു കൊള്ളണോ? പിള്ളേച്ച പ്രശ്നം ഉണ്ടെങ്കിൽ പിള്ളേച്ച കുറെ കാലമായി ഞാൻ അവനെ സഹിക്കുന്നു. എന്തോന്ന് നീ എന്നെ സഹിക്കുന്നോ? എടാ, നീ ഇപ്പൊ വലിയ പണക്കാരനായല്ലേ? കാശിന് ഗതിയില്ലാതിരുന്ന കാലത്ത് നിനക്ക് എന്നെ വേണമായിരുന്നു. കണ്ടവനെ പറ്റിച്ചും കുതികാരി വെട്ടിയും സിമന്റിന് പകരം മാലി ചേർത്തും പാലം പണിതും നീ കാശുണ്ടാക്കിയപ്പോ നിനക്കെന്നോട് പുച്ഛം അല്ലടാ തെണ്ടി. നീ പട്ടിണി കിടന്ന കാലത്ത് എന്റെ കടയിൽ നിന്ന് കടം മേടിച്ചുകൊണ്ട് പോയി നക്കിത്തുന്ന ഇടലിയുടെ കാശ് 5 രൂപ 45 പൈസ നീ എനിക്ക് അറിയാമോ? ആ കാശ് എന്നിട്ട് മറ്റേ ബാക്കി പ്രസംഗം. എടാ, നീ കാറ് മേടിച്ചപ്പോ ഒരു ദിവസമെങ്കിലും നീ എന്നെ കയറ്റിക്കൊണ്ടു പോകാനുള്ള സന്മനസ്സനെ കൊണ്ടാടാ എരപ്പേ. ഈ പോടാ തെണ്ടി തെണ്ടി നിന്റെ തന്താ ഇതിന്റെ നിങ്ങളുടെ മനസ്സിൽ എന്തോന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത്? കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിന്റെ തന്തയാ, എന്നിട്ടാ തല്ലുകൂടാൻ പോയിരിക്കുന്നത്. എടി ചുമ്മാതിരി, കുറെ നാളായി ഞാൻ അവനിട്ട് 2 പൊട്ടിക്കണോന്ന് വിചാരിക്കുന്നതാ. എന്നിട്ടാ നാണമില്ലാതെ തല്ലും പഠിച്ചു വന്നിരിക്കുന്നത്. എടി ഇത് തല്ലിയതല്ലടി, ഞാൻ കറങ്ങി അടിച്ചപ്പോ എന്റെ കൈ തന്നെ എന്റെ മേല് കൊണ്ടതാ. ഇറങ്ങിയടി എന്റെ ഞാനിടത്തി ഒന്ന് കാണേണ്ടതായിരുന്നു അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസ പ്രകടനം. ഒരു കൈ വന്ന് നടന്നാൾക്ക് വേണ്ടി ഞാൻ വിചാരിച്ചില്ല പിന്നെ ജീവിക്കുമെന്ന്. എടാ, അതെന്റെ ഏത് കൈയാണെന്ന് അറിയാമോ? എന്റെ ഈ വലത്തെ കൈ. കൈ പോയി. അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസി അല്ലയോ? അതെ അതെ ഇവൻ പണ്ട് വയനാട്ടിലല്ലായിരുന്നു? അതെ.
ഒരു കിഴവി പൊമ്പുന്നവരുടെ കൂടെ അല്ലയോ പയറ്റ് പഠിച്ചത്? കഴിവിടെടുത്ത് പഠിച്ചോണ്ട് വന്നു. ഒരു ഇച്ചിരി സ്ഥലമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതും പൂർത്തിയായി. സന്തോഷമായല്ലോ. ചേട്ടാ, പോലീസ് എവിടെ? പോലീസ് ആരാ ചായക്കടക്കാരൻ അയ്യപ്പൻ? അയ്യോ സാറേ, ഞാനല്ല അയ്യപ്പൻ. രാഘവൻ, കുഞ്ഞിരാമൻ, അബൂട്ടി, എവിടെ എല്ലാവരും? അയ്യോ, അയ്യപ്പനെ ഞാൻ കാണിച്ചത് സാറേ. എവിടെ? എവിടെ അയ്യപ്പൻ ചേട്ടൻ? ഇപ്പൊ അങ്ങോട്ട് പോകുന്നതാണ്. എവിടെ അങ്ങോട്ട്. അയ്യപ്പൻ ചേട്ടോ? ഇയാളൊരു നല്ല കാര്യത്തിന് വിളിച്ചാ കാണുകയില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അയ്യപ്പൻ ചേട്ടോ, അയ്യപ്പൻ ചേട്ടാ. പോലീസ് പിടിച്ചായിരുന്നു. അയ്യോ, മൂത്രപ്പഴ. ഇതിലും ഭേദം കോഴിക്കൂടായിരുന്നു കേട്ടോ. ചേട്ടാ, ഇവൻ എവിടെ പോയി? അയ്യോ, ഞാനല്ല. സാറ് പോയോ? അയ്യപ്പനാണ് ചപ്പം ഞാനല്ല, അയ്യപ്പനല്ല. ആ പുല്ലിങ്ങനെ എന്റെ പശു പട്ടിണിയായിട്ട് 3 ദിവസമായി. എന്നാ പൈസ പിടി. ഇനി എന്നെ ആർക്കും ഒരു പുല്ലും ചെയ്യാനൊക്കെ അല്ല. അയ്യോ, എന്നെ പിടിക്കാനൊക്കെ നീയാണല്ലേ അയ്യപ്പൻ? അയ്യോ, സത്യമായിട്ട് ഞാനല്ല. അയ്യപ്പ സ്വാമിയാണ് സത്യം, ഞാനല്ല അയ്യപ്പൻ. മാഷ് ഒന്നും പറയണ്ട. കുറെ കാലമായി മാഷെ അവൻ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ 4 ചക്രം ഉണ്ടാക്കിയത് അവന് വാരിക്കൊരു കൊടുക്കണോ? ഞാൻ പട്ടിണി കിടന്നപ്പോ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പോലും. ആർക്ക് വേണം അവന്റെ പൂത്ത ഇഡലി ഉണക്ക പൊട്ടും? ഞാൻ കാറ് വാങ്ങിച്ചപ്പോ അവനെ ഞാൻ കാറി കയറ്റി സവാരിക്ക് കൊണ്ടുപോയില്ല പോലും. അയ്യടാ, കാറി കയറ്റാൻ പറ്റിയ ഒരു സാധനം. അതല്ല, പോലീസുകാരുടെ നിന്ന് വല്ല അടിയടിയൊക്കെ കിട്ടി അയാൾ കിടപ്പിലായി പോയാൽ ഒരു കുടുംബം പട്ടിണിയായി പോവും. അതുകൊണ്ട് പറഞ്ഞതാ. നല്ലോണം 2 പൊട്ടിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മാഷിനറിയോ, 6 മാസമായി ഞാൻ ഈ വീട് വിൽക്കാൻ ശ്രമം തുടങ്ങിയിട്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിറ്റിട്ട് വേണം എനിക്ക് എന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ. ഞാൻ എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് നല്ലൊരു പാർട്ടിയെ തപ്പിക്കൊണ്ടുവന്നാലുടനെ അയ്യപ്പൻ പാരയായിട്ട് ഇറങ്ങും. ഇവിടെ പ്രേതണ്ട്, പിശാശുണ്ട്, ചാത്തനുണ്ട്. മാഷെ, ഒരു നിമിഷം പാടോ. മാഷേ, ഞങ്ങളൊരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ്. അതറിയിക്കാനാണ് മാഷ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയത്. മാഷ് ആളൊരു ധീരനായതുകൊണ്ടും കിംവദന്തികളിൽ വീഴുന്ന ആളല്ലാത്തത് കൊണ്ടും ഈ ഭൂതപ്രേത പിശാചുക്കളിൽ വിശ്വാസമില്ലാത്തവനായതുകൊണ്ടും ഈ പുതുശ്ശേരി തറവാട് മാഷക്ക് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പാലക്കാട്ടുകാരനായ നിങ്ങൾ 7-8 കൊല്ലമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നു. മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് സ്ഥലം മാറ്റത്തിനും സാധ്യതയില്ല. ഇല്ല, സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് മാഷക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ? എനിക്കെന്തിനാ ഇത്രയും വലിയൊരു വീട്? എന്റെ എവിടുന്ന ഇതിനും മാത്രം കാശ്? കാശിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. ഈ വീട് സ്വന്തമാക്കാൻ മാഷക്ക് ഇഷ്ടമാണോ? അത് മാത്രം പറഞ്ഞാൽ മതി. അത് എന്നും നിങ്ങൾക്ക് ആ ചായക്കടയുടെ അടുക്കളയിൽ കഴിഞ്ഞു കൂടിയാ മതിയോ മാഷേ? അതല്ല. ഏതല്ല? നാട്ടിൽ എന്റെ പേര് കുറച്ച് സ്ഥലമുണ്ട്. അത് വിറ്റ് ഇവിടെങ്ങാനും കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീട് വെച്ച് താമസിക്കണമെന്നാണ് എന്റെ തീരുമാനം. ആണല്ലോ. ആ സ്ഥലം വിറ്റോളൂ. ആ കാശ് എത്രയാന്ന് വെച്ചാ അതെനിക്ക് തന്നോളൂ. ബാക്കി തുക 10-100 വർഷം കൊണ്ട്, 5-10 വർഷം കൊണ്ട് കൊടുത്തു തീർത്താ മതി. അങ്ങനെ കടമായിട്ട്? എന്തോന്ന് കടം മാഷേ? അവകാശം പൂർണ്ണമായും മാഷുടെ പേർക്ക് ഞാൻ എഴുതി തരാം. പോരെ? അതിനെ പറ്റിയല്ല. കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. എനിക്ക് മാഷ നല്ല വിശ്വാസമാണ്. ഈ ഇരവി രാമൻപിള്ള
ഈ ദാസൻ മാസ്റ്റർക്ക് ഈ പുതുശ്ശേരി തറവാട് തന്നിരിക്കുന്നു. ഈ ഞാൻ സാക്ഷി. നിങ്ങൾക്ക് എന്താ മാഷെ പ്രാന്തുണ്ടാ? നിങ്ങൾ യുക്തിവാദിയാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ആ കാര്യം പുതുശ്ശേരി തറവാട്ടിൽ കുടിയിരിക്കുന്ന പ്രേതങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. പ്രേതവും മണ്ണാങ്കട്ടി. ആ വീട് ഇടിച്ചു പൊളിച്ചാൽ എത്രായിരം രൂപ തല കിട്ടുമെന്നറിയാമോ? ഞാൻ വെറും മണ്ടനൊന്നുമല്ല. എനിക്ക് സൗകര്യമുള്ളപ്പോ പണം കൊടുത്ത് തീർത്താൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല, ഞാൻ ഈ കച്ചവടത്തിൽ സമ്മതിച്ചുകൊണ്ടാ നിങ്ങളുടെ പേരുള്ള കേസ് പിൻവലിക്കാൻ അങ്ങനെ സമ്മതിച്ചത്. ഞങ്ങളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ തല കൊണ്ടുപോയി പ്രേതത്തിന് കൊടുക്കണോ മാഷേ? അതിപ്പോ ഇതൊന്നും ഇല്ലേലും സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഊരിപ്പോരും. അത് വേറെ കാര്യം. പോയിന്റ് മനസ്സിലായ? എന്നിട്ട് ഈ ധൈര്യം പോലീസിനെ കണ്ടപ്പോ കണ്ടില്ലല്ലോ അയ്യപ്പ. ദേ, 4 പേര് കൂടുമ്പോ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 10 കാശ് എന്നിട്ട് മതി മറ്റു കാര്യം. പുല്ലോ? ആ, പുല്ല് കളി. കാര്യമായിട്ട് സംസാരിക്കുമ്പോ അലമ്പുണ്ടാക്കാണ്ടിരിക്കേണ്ട പിള്ളാച്ച. അല്ല, എത്ര ഉറുപ്പ്യൊക്കെ കച്ചവടം ഉറപ്പിച്ചേ? രൂപയൊക്കെ വളരെ കുറച്ചേ വേണ്ടു. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലെങ്കിൽ ആ കാട്ടുകള്ളൻ വീട് നഷ്ടത്തിന് വിൽക്കുമെന്ന് മാഷിക്ക് തോന്നുന്നുണ്ടോ? ജ്യോത്സ്യവിധി പ്രകാരം ആ വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് തെളിഞ്ഞപ്പോഴാണ് അവൻ വിൽക്കാൻ തീരുമാനിച്ചത്. പോയിന്റ് മനസ്സിലായ? ചെലവാകാത്ത ഒരു സാധനം തലയെ കെട്ടിവെക്കാൻ അത്ര അന്തസ്സില്ലാത്തൊന്നും അല്ല ഇരുപിള്ള ചേട്ടൻ. അന്തസ് തെണ്ടി തിരിഞ്ഞ് നടന്നവനല്ലേ അന്തസ്. എന്റെ ഇടലിയും പൂട്ടില്ലായിരുന്നെങ്കിൽ അവൻ പണ്ടേ പട്ടിണി കിടന്ന് ചത്തേനെ. മാഷിക്കറിയോ? പുതുശ്ശേരി തറവാട്ടിലെ ബാല്യക്കാരനായിരുന്നു ഇരവി. അന്ന് വെറും രവിയായിരുന്നു. ഇപ്പോഴല്ലേ ഇരവിയായത്. മന്ത്രവാദം ചെയ്തല്ലേ കാർത്തിയാനിയമ്മയെ വശത്താക്കിയത്. 7 മാസം ഗർഭം വയറ്റിലുള്ളപ്പോഴാ കല്യാണം കഴിച്ചു കൊടുത്തത്. ഏതല്ല, 4. ആ കാര്യം എന്നേക്കാൾ കൃത്യമായിട്ട് കുഞ്ഞിരാമൻ ചേട്ടൻ അറിയാം. ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? അല്ലേ? അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ, ഈ പറഞ്ഞതൊക്കെ സത്യമാ മാസ്റ്ററെ. കേട്ടല്ലോ മാഷേ. അറിഞ്ഞുകൊണ്ട് കുടിച്ചാടരുത്, അവൻ ചതിയനാ. നിങ്ങൾക്ക് വല്ല അപകടം പറ്റാൻ ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമാണ്. എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കുന്നു. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. മാഷയുടെ വിധി അതാണെങ്കിൽ നമ്മൾ നടന്നിട്ട് വല്ല. കുടിച്ചത് മതി കേട്ടോ. എടേ, ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. ഞങ്ങൾ കുടിക്കും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പെട്ട പാട് അത് ഞങ്ങൾക്ക് അറിയാവൂ. കൈമാറ്റം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നായിരുന്നു കണിയാൻ പറഞ്ഞത്. കേക്കടി, അമ്പമ്പോ, എന്തൊക്കെ അത്യാഹിതങ്ങൾ നടക്കാനിരുന്നതാ. ഈ ഇരിക്കുന്ന പിള്ളേച്ചം വരെ തട്ടിപ്പോകേണ്ട കേസല്ലേ? പിള്ളേച്ച ദോഷം വീടിനാണെങ്കിൽ അവിടെ താമസിക്കുന്ന ആർക്കും അപകടം വരാവുന്നതല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അറിഞ്ഞോണ്ടൊരു പാവത്തിന് പറ്റിക്കായിരുന്നു അല്ലേ? അറിഞ്ഞോണ്ടാ കേറി പൊടിയാകത്ത. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? കുഞ്ഞെ, അയാൾ എന്തോന്നോ ഒരു വാദിയാ. യുക്തിവാദി. ആ കുന്തം തന്നെ. അങ്ങനെയുള്ളവർക്ക് ദോഷവും ശാപമൊന്നും ഏൽക്കില്ല. അല്ലേലും നേരും നെറിയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ ചന്തുവേ? എന്ത് ഒഴി. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, ഇന്ന് നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ കുടിക്കും. പഠിക്കതേ, താരാ കുത്തിയോട്ടപ്പാട്ടൊന്ന് പാടിക്കേ. എന്തോന്ന് കുത്തിയോട്ടപ്പാട്ട്? നല്ല അസൽ സിനിമാ പാട്ട് തന്നെ പാടാം. ചന്തുപ്പണിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളേച്ചാ. എന്നാ തന്റെ വായി വരുന്ന അങ്ങോട്ട് പാടാ. വായിൽ വരുന്നതാ ചന്തുവിന്റെ പാട്ട്. സമയമാം ഞാൻ സ്വർഗയാ. ഇതാണോ? ഇത് തന്റെ ശവം അടക്കുമ്പം താൻ പോയി പാടറോ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അച്ഛൻ വഴക്കിനൊന്നും പോകണ്ട. മിണ്ടാതില്ലടി. ഇന്ന് അവന്മാർ ഇത്രയും ചെയ്തു. നാളെ നടുറോട്ടിന് നിന്നെക്കാരെ പിടിച്ചാലോ? അവന്റെ ഒക്കെ കഷ്ടകാലം. എന്റെ പൊന്ന് എരവി മുതലാളി, അവന്മാര് സേതുക്കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ച് എനിക്ക് മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. എന്റെ ചോരയങ്ങ് തിളച്ച് കയറി. പിന്നെ എനിക്ക് കണ്ണുകൂടാ. ഞാൻ അങ്ങോട്ട് ഇടി തുടങ്ങി. ആദ്യത്തെ ഇടിക്ക് തന്നെ ഒരുത്തന്റെ മൂക്ക് ചപ്പി ചമ്മന്തിയായി. രണ്ടാമത് കൈ പൊക്കുന്നതിന് മുമ്പേ അവൻ മൂട്ടി വീണുപോയി.
മറ്റവന്മാർ രണ്ടുപേരും എന്നെ കൊല്ലല്ലേ തോമേട്ടാന്നും പറഞ്ഞുകൊണ്ട് എടുത്താ ഓട്ടം. ഞാൻ വിടുവോ? കൂടെ വിട്ടു. ആ പൊളിഞ്ഞ പാലത്തിന്റെ അവിടെ കൊണ്ടിട്ട് പിടിച്ചു. അവന്റെ അടി വയറ് നോക്കി ഒറ്റ ചവിട്ട്. എന്റെ ഭാഗ്യത്തിന് അവൻ ചത്തില്ല. ചത്തില്ലേ? ഇല്ല. മറ്റവൻ നിന്ന് ഈയൽ വിറയ്ക്കുന്നത് പോലെ കിടുകിടുകിടുകിടാന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു പോയി മുതലാളി. സങ്കടം വരും. എന്നാലും അവൻ ചെയ്ത തെറ്റിനെന്തെങ്കിലും ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തു ഒരെണ്ണം. ഏതായാലും നമ്മളല്പം മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താനുകളകത്ത് പോ. ആ കാത്തേ, ആ ആപ്പിൾസും ഗ്രേപ്സും ഒക്കെ എടുത്ത് ടേബിൾസ് വെക്കേ. തോമല്ലേ? എല്ലാം പിന്നെന്താ? ഞാൻ അവന്മാരെ പിടിക്കാൻ വേണ്ടി കാടും നേരം മുഴുവനും ഓടിയതല്ലേ മുതലാളി. ദേഹമെല്ലാം ഭയങ്കര വേദന. ആ വേദന മാറ്റാം. തോമ പോയിട്ട് നാളെ വാ. ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങി കിട്ടണമല്ലോ. ഉറങ്ങിക്കോ. ഒരു 100 200 രൂപയോ? അല്ല, മില്ലിക്കുള്ള കാശ്. മില്ലി അത് തരാ. രണ്ടുലുവയോ? 2 ഉലുവായിക്ക് ഉറങ്ങിയാ മതി.